വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖിലമിസ് ആണ്. സോ ദ ആനുവൽ എക്സാം ആണ്. നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഓരോ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോക വൈറ്റ് കെയിൻ ദിനത്തോടനുബന്ധിച്ച് ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആ സെമിനാറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചോദ്യം അല്ലെ. കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ എ റിപ്പോർട്ട് ഫോർ ദ സെമിനാർ ഇൻക്ലൂഡിംഗ് ദ ഡിവൈസസ് യൂസ്ഡ് ടു അസിസ്റ്റ് വിഷ്വലി ഇംപയർഡ് ഇൻഡിവിജ്വൽസ് അല്ലെ. അപ്പൊ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുറിപ്പ് നമ്മൾ എഴുതണം ആ സെമിനാറിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുക, വേൾഡ് വൈറ്റ് കെയിൻ ഡേ ആണ് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സെമിനാർ നടക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കാനായിട്ട് ഒരുപാട് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഡിവൈസുകൾ അല്ലെ. ആ ഡിവൈസുകൾ ഏതാണെന്ന് നമുക്ക് അറിയെങ്കിൽ വ്യക്തമായിട്ട് അതിനെ നമുക്കൊരു കുറിപ്പിലേക്ക് മാറ്റി എഴുതിക്കൂടെ? അതൊരു വിഷയമേ അല്ല അല്ലെ, അതൊരു ടെൻഷൻ അടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ടേ അപ്പൊ മാറുന്നില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കാനുള്ള ഉപകരണങ്ങൾ. അത് എന്തായാലും നമ്മൾ പ്രത്യേകിച്ച് ഈ പറയുന്ന ആനുവൽ എക്സാമിന് ഈ ഒരു ചാപ്റ്ററിലുള്ള പ്രവർത്തനം ഉണ്ടാവുന്ന ഉറപ്പാണ് അല്ലെ. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പൊ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഒരെണ്ണം നമ്മുടെ വൈറ്റ് കെയിൻ തന്നെയാണ് അല്ലെ. കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ജീവിതം കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ വൈറ്റ് കെയിൻ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. വൈറ്റ് കെയിൻ അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് കെയിൻ എന്നും എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട് അല്ലെ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ടോക്കിംഗ് വാച്ച് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോക്കിംഗ് വാച്ച് അല്ലെ. നമുക്കറിയാം അവർക്ക് സമയം അറിയണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് സമയം മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള വാച്ചുകൾ അവൈലബിൾ ആണ്. അതിൽ ഒരെണ്ണമാണ് ഇതാ ഈ പറയുന്ന ടോക്കിംഗ് വാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ പേര് തന്നെ ഉണ്ട് അല്ലെ, ടോക്കിംഗ് വാച്ച് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടാക്ടൈൽ വാച്ച് ആണ്. എന്താണ് വ്യത്യാസം? ടോക്കിംഗ് വാച്ച് എന്ന് പറയുന്ന സമയത്ത് അത് സംസാരിക്കുക അല്ലെ, നമ്മുടെ സമയം നമുക്ക് പറഞ്ഞു തരുന്ന വാച്ച് ആണെങ്കിൽ ടാക്ടൈൽ വാച്ചിന്റെ പ്രത്യേകത നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സമയം മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ തൊട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുന്ന, ടൈം മനസ്സിലാക്കാൻ സഹായിക്കുന്ന വാച്ചാണ് ടാക്ടൈൽ വാച്ച് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എംബോസ്ഡ് മാപ്പ് ആണ്. എംബോസ്ഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എംബോസ്ഡ് മാപ്പ്? നമുക്കറിയാം നമ്മുടെ ഭൂപടങ്ങൾ അല്ലെ, മാപ്പുകളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിർത്തിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട് അല്ലെ. എന്നാൽ ഈ പറയുന്ന നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷ്വലി ഇംപയർഡ് അല്ലെങ്കിൽ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് ഇത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ അവർക്കും ഈ പറയുന്ന പോലെ ഭൂപടങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതിനവരെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള മാപ്പാണ് എംബോസ്ഡ് മാപ്പ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് പറയാം അവിടെ ഇവിടെ ആയിട്ട് ചില പ്രൊജക്ഷൻസ് കാണുന്നുണ്ട് അല്ലെ. നോക്കിയാൽ നിങ്ങൾ ത്രെഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മാപ്പ് എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും തൊട്ട് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ ഒരു നോർമൽ കേസിൽ നമ്മളെ മാപ്പ് നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നമുക്ക് അറിയില്ല അല്ലെ, പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. എന്നാൽ ഇവിടെ അതല്ല, കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൊട്ട് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പറ്റും. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള എംബോസ്ഡ് മാപ്പ് ഉള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സെമിനാർ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെമിനാർ എന്ന് പറയുന്ന സമയത്ത് അതിനകത്തൊരു കുറിപ്പേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഉത്തരം എഴുതാനായിട്ട്. അപ്പൊ അത് എഴുതുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ ലോകത്തെ കാണാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന നമ്മുടെ അവയവമാണ് അല്ലെ, കണ്ണെന്ന് പറയുന്നത്. അപ്പൊ ആ കണ്ണിനെ സംരക്ഷിക്കാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ആ കാര്യങ്ങളും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ കുറിപ്പിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണിൽ എന്തെങ്കിലും ഒരു കാര്യം പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് റബ്ബ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെ. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ സ്ക്രീൻ ടൈം ഒക്കെ നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഡിസ്റ്റൻസ് അല്ലെ കീപ്പ് ചെയ്യുക. അതുപോലെ നല്ല ലൈറ്റിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ TV ആയിക്കോട്ടെ, സ്ക്രീൻ ആയിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ഇതിന്റെ ഒക്കെ കൂടെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ ഒരുപാട് ഇലക്കറികൾ, ലീഫി വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലെ. തീർന്നിട്ടില്ല മക്കളെ, അടുത്തൊരു ചോദ്യമുണ്ട്. കാഴ്ച പരിമിതിയുള്ള ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന സംവിധാനം അല്ലെ, ആ ഒരു സംവിധാനത്തിന് നമ്മൾ ഒരു പേര് പഠിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രെയിൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ബ്രെയിൽ ലിപി എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് എഴുതാനും വായിക്കാനും അവരെ സഹായിക്കുന്നത് എന്താണ്? ബ്രെയിൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ബ്രെയിൽ ലിപിയാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതേപോലെ വൺ വേർഡ് ഒക്കെ ആയിട്ട് ഇത് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ആക്ടിവിറ്റിയിലുള്ളതാണ്. നേത്രദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാലയത്തിൽ നടത്തുന്ന പോസ്റ്റർ രചനാ മത്സരത്തിലേക്ക് നമ്മുടെ വക ഒരു പോസ്റ്റർ അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസൈൻ എ പോസ്റ്റർ ഫോർ ദ സ്കൂൾസ് പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ ടു പ്രൊമോട്ട് ഐ ഡൊണേഷൻ അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ട്
കേട്ടിട്ടുണ്ട്, നേത്രദാനത്തിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാ, ഒരു പോസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാം അല്ലെ, നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. അപ്പൊ ആ ഒരു പോസ്റ്ററിലേക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു സെന്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, ചേർത്ത് കൊടുക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേത്രദാനം മഹാദാനം നമുക്ക് എഴുതാം അല്ലെ. അതുപോലെ ഐ ഡൊണേഷൻ ഈസ് ഹ്യൂമാനിറ്റി, യെസ്. അതുപോലെ തന്നെ എന്താണ്, ഐ നെവർ ഡൈ ഡൊണേറ്റ് ഐ അല്ലെ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള പോസ്റ്ററുകൾ നമ്മൾ നിർമ്മിക്കാറില്ലേ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റർ എന്ത് ചെയ്യാ, നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടി അല്ലെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആനിമൽസ് ഹാവ് ഡിഫറെന്റ് ഓർഗൻസ് ദാറ്റ് ഹെൽപ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ സറൗണ്ടിങ്സ്. നമുക്കറിയാം അല്ലെ, സെൻസ് ഓർഗൻസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദീസ് ആർ കോൾഡ് സെൻസ് ഓർഗൻസ്. വിച്ച് ഓർഗൻ ഹെൽപ്സ് ബട്ടർഫ്ലൈസ് റെക്കഗ്നൈസ് ടേസ്റ്റ്? യെസ്, ചിത്രശലഭങ്ങളെ രുചി അറിയാൻ സഹായിക്കുന്ന അവയവം ഏതാന്നാ ചോദിച്ചത്. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. നമ്മുടെ ആൻസർ എന്താണ്? യെസ്, അവരവരുടെ ലെഗ്സ് യൂസ് ചെയ്തിട്ടാണ്, അവരുടെ കാലുകൾ അല്ലെ, അവരുടെ കാലുകൾ യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവര് ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ അല്ലെങ്കിൽ അവരുടെ എന്താണ്, അവര് തേനൊക്കെ കുടിക്കാൻ പോവാറുണ്ട് അല്ലെ. പൂക്കൾ തോറും അവരെന്ത് ചെയ്യാറുണ്ട്, തേൻ കുടിക്കാൻ പോവാറുണ്ട്. അപ്പൊ അവര് ടേസ്റ്റ് അല്ലെങ്കിൽ രുചി അറിയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ലെഗ്സ് യൂസ് ചെയ്തിട്ടാണെന്ന് അറിയാം. കൃത്യമായിട്ട് നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതാ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ബട്ടർഫ്ലൈ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ കാലുകൾ ഉപയോഗിച്ചിട്ടാണ് രുചി തിരിച്ചറിയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. അവിടെ നിന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. മക്കൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാടാ. നാളത്തെ എക്സാം ഒക്കെ ഉഷാറായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നാളത്തെ എക്സാം ഒക്കെ പൊളിച്ചെഴുതാടാ. ഓൾ ദ വെരി ബെസ്റ്റ്.